1944 മാർച്ച് 3 സംഗീതജ്ഞനായ തൃപ്പൂണിത്തുറ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും സുഭദ്ര കുഞ്ഞമ്മയുടെയും മൂന്നാമത്തെ മകനായി പാലിയത്ത് ജയചന്ദ്രക്കുട്ടൻ എന്ന പി ജയചന്ദ്രൻ എറണാകുളം ജില്ലയിലെ രവിപുരത്ത് ജനിച്ചു. പിന്നീട് കുടുംബം തൃശ്ശൂരിലെ ഇരിഞ്ഞാലക്കുടയിലേക്ക് താമസം മാറ്റി. കഥകളി, മൃദംഗം, ചെണ്ടവായന, പൂരം, പാടകം, ചാക്യാർകൂത്ത് എന്നിവയോടെല്ലാം കമ്പമുണ്ടായിരുന്ന പി ജയചന്ദ്രൻ സ്കൂൾ കലോത്സവങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. ലളിത സംഗീതത്തിനും മൃദംഗ വായനത്തിലും നിരവധി സമ്മാനങ്ങൾ നേടിയിരുന്നു. ഗാനഗന്ധർവ യേശുദാസന്റെ ശബ്ദം സംഗീതലോകം ആഘോഷമാക്കുമ്പോഴായിരുന്നു ജയചന്ദ്രന്റെ വളർച്ച. എന്നാൽ യേശുദാസിനോടൊപ്പം ഭാവഗായകനെയും പ്രേക്ഷകർ നെഞ്ചിലേറ്റി. പിന്നീട് കാലത്തിന് സ്പർശിക്കാനാവാത്ത നിത്യഹരിത ശബ്ദമായി ഓരോ മലയാളിയുടെ മനസ്സിലും മധുചന്ദ്രിക പെയ്തിറങ്ങി. 1965 പുറത്തിറങ്ങിയ കുഞ്ഞാലിമരക്കാർ എന്ന ചിത്രത്തിൽ ഒരു മുല്ല പൂമാലയുമായി എന്ന ഗാനത്തിലൂടെയായിരുന്നു ഭാവഗായകന്റെ സിനിമ അരങ്ങേറ്റം. ആ ചിത്രം പുറത്തു വരുന്നതിനു മുമ്പ് ദേവരാജൻ പി ഭാസ്കരന്റെ കൂട്ടുകെട്ടിൽ പിറന്ന മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം ജയചന്ദ്രനെ തേടിയെത്തി. ഈ ഗാനം മലയാള സിനിമ സംഗീത ലോകത്ത് ജയചന്ദ്രൻ സ്വന്തമായി ഒരു ഇരിപ്പിടം നൽകി. പിന്നീട് അനുരാഗ ഗാനം പോലെ കരിമുകിൽ കാട്ടിലെ ഒടിമൂശ മുലയ്ക്കണ കാലം, ശിശിരകാല മേഘമിഥുന, പൂവേ പൂവേ പാലപ്പൂവേ എന്നിങ്ങനെ പ്രണയം തുളുമ്പുന്ന ഒരുപാട് ഗാനങ്ങൾ ആ ശബ്ദത്തിൽ പിറന്നു. മലയാളത്തിൽ മാത്രമല്ല, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലായി 15,000-ലധികം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. പി എ ബക്കർ സംവിധാനം ചെയ്ത നാരായണ ഗുരു എന്ന സിനിമയിൽ ജി ദേവരാജൻ ഈണം പറഞ്ഞ ശിവശങ്കര സർവശരണ്യ വിഭോ എന്ന ഗാനത്തിലൂടെ മികച്ച ഗായകനുള്ള ആദ്യ ദേശീയ പുരസ്കാരം ലഭിച്ചു. മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 5 തവണ പി ജയചന്ദ്രൻ തേടിയെത്തി. തമിഴ് ചലച്ചിത്ര സംഗീതത്തിന് നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരം എന്ന നിലയിൽ 1997 തമിഴ്നാട് സർക്കാരിന്റെ കലൈ മാമണി അവാർഡിന് അർഹമായി. സംഗീതത്തിനു പുറമെ സിനിമ അഭിനയത്തിലും ജയചന്ദ്രന്റെ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഹരിഹരന്റെ നക്ഷത്രങ്ങൾ, കൃഷ്ണപരുന്ത്, വി കെ പ്രകാശ് സംവിധാനം ചെയ്ത ട്രിവാൻഡ്രം ലോഡ്ജ് എന്നീ സിനിമകളിലും സംഗീത ആൽബങ്ങളിലും പി ജയചന്ദ്രൻ അഭിനയിച്ചിട്ടുണ്ട്.